ഹലോ എവ്രി വൺ. ഫ്രീ പി ടി സീരീസിൻ്റെ മൂന്നാമത്തെ ക്ലാസ് ആണിന്ന്. എല്ലാവരും നോട്ട്ബുക്കും പേനയും ഒക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കുമായിരിക്കും അല്ലേ? അതവിടെ ഇരുന്നോട്ടെ, മാറ്റണ്ട. അതിനു മുമ്പ് എനിക്ക് 2-3 കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനുണ്ട്. ഇതിന് മുന്നേ ഉള്ള സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നോ? ഇല്ലെങ്കിൽ വേഗം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പോയി ജോയിൻ ചെയ്തോളൂ. ഈ പറയുന്ന എല്ലാ ക്ലാസ്സസും നിങ്ങൾക്ക് അവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. എൻ്റെ ചോദ്യം അതല്ല, ഞാൻ ചോദ്യത്തിലേക്ക് വരിക. അപ്പോഴേ നിങ്ങൾ ഒരുപാട് പി ടി റിലേറ്റഡ് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, യൂട്യൂബിലും മറ്റുള്ള ആപ്ലിക്കേഷൻസിലും ഒക്കെ. അവിടെ നിന്നെല്ലാം നിങ്ങൾക്ക് ക്ലിക്കായ ഒരു ഐഡിയ ഉണ്ട്. എന്താ? കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റിന് സ്കോർ കിട്ടും. അങ്ങനെയാണോ എന്നല്ലേ? അങ്ങനെയാണ്, അത് ശരിയാണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. പക്ഷേ നിങ്ങളുടെ ഡിസൈഡ് സ്കോർ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. 80+ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഐഡിയാസിനെ സമ്മറൈസ് ചെയ്ത് ടൈപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ബെസ്റ്റ് സ്കോർ അവിടെ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പം മനസ്സിലായല്ലോ എന്താണ് എനിക്ക് ചോദിക്കാനുള്ളതെന്നുള്ളത്. ഇങ്ങനെയുള്ള ചില ഡൂസ് ആൻഡ് ഡോൺസ് ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോട്ട്ബുക്കും പെന്നും ഒക്കെ തയ്യാറാക്കി വെക്കുക. പക്ഷേ ഇവിടെ ഇന്ന് നമ്മൾ പഠിക്കാനല്ല പോകുന്നത്. ചില തെറ്റുകൾ നമ്മൾ ശരിയെന്ന് കരുതിയത് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്, അത് ശരിയായിട്ട് എങ്ങനെ ചെയ്യുമെന്നുള്ളത്. അപ്പോൾ തുടങ്ങായില്ലേ? ലെറ്റ്സ് ബിഗിൻ നൗ. സോ ദിസ് ഈസ് ഷിജു മറിയം ജേക്കബ്. I am the lead PT faculty at Xylem Hybrid Learning Center, കോട്ടയം. ഓക്കെ, അപ്പോൾ തുടങ്ങിയാലോ? അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 മറ്റുള്ളവരെ മിസ്ലീഡ് ചെയ്യത്തക്ക വിധമുള്ള അല്ലെങ്കിൽ യൂസ്ലെസ് ആയിട്ട് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ചില പി ടി ടിപ്സ് ഏതൊക്കെയെന്നുള്ളതാണ്. അപ്പോൾ തുടങ്ങിയാലോ? അപ്പോൾ ആ പി ടി ടിപ്സ് ഏതൊക്കെയാണ്, അത് നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തുകൂടാ, അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. So first of all, the first tip is related to speaking. Read one line from read aloud paragraph. നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം പറയും ഒരു പാരഗ്രാഫ് നിങ്ങൾ വായിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഒരു ലൈൻ വായിച്ചാൽ മതി, നിങ്ങൾക്ക് കോണ്ടന്റിൻ്റെ സ്കോർ കയറിക്കോളും. അതൊരു തെറ്റിദ്ധാരണയാണ്. റീഡ് അലൗഡ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ അത്ര ഡിഫിക്കൾട്ട് അല്ല. ഹെസിറ്റേഷനോ ഫംബ്ലിങ്ങോ ഇല്ലാതെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് വായിക്കാൻ പറ്റുന്നുവെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ സ്കോർ ഹൈ ദെയർ. ചെയ്യേണ്ടതൊന്നും മാത്രം മിസ്റ്റേക്ക് ഇല്ലാതെ ഫ്ലുവൻ്റ് ആയിട്ട് ഹെസിറ്റേഷൻ ഇല്ലാതെ ഒരു 90% കോണ്ടന്റ് എങ്കിലും അപ്രോപ്രിയേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുവോ, യു വിൽ ബി സക്സസ്ഫുൾ ഇൻ ദാറ്റ്. സോ നോക്കുക, ഇറ്റ് ഈസ് നോട്ട് സോ ഡിഫിക്കൾട്ട്. കാരണം എന്തുകൊണ്ടാണ്? ഫ്ലുവൻസി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ കോണ്ടന്റ്. സോ ഹെസിറ്റേഷൻ വന്നു, ഒരു വാക്ക് പോയി, ഇറ്റ്സ് ഓക്കെ, നെവർ എവർ ട്രൈ ടു റിപ്പീറ്റ് ഇറ്റ് അഗെയിൻ. റീഡ് ഇറ്റ് കണ്ടിന്യൂസ്ലി ബിക്കോസ് ഫ്ലുവൻസി മാറ്റേഴ്സ്. അപ്പം അങ്ങനെ വരുമ്പോൾ 100% ആണ് ഫ്ലുവൻസിയുടെ സ്കോർ എങ്കിൽ ദെൻ യു വിൽ ഗെറ്റ് 80% or 90% ഫോർ ദ കോണ്ടന്റ്, ബട്ട് സ്റ്റിൽ യുവർ ഫ്ലുവൻസി സ്കോർ ഈസ് ഹയർ. പിന്നെ നമ്മുടെ തെറ്റിദ്ധാരണ ഞാൻ നേരത്തെ പറഞ്ഞു, എന്താ? പാരഗ്രാഫ് മുഴുവൻ വായിക്കേണ്ട, ഒരു ലൈൻ വായിച്ചാൽ മതി, നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് സ്കോർ കിട്ടുമെന്നുള്ളത്. പക്ഷേ ഓർക്കുക, ഇപ്പോൾ നമ്മൾ ഈ 2025 നിങ്ങൾ ആ തെറ്റിദ്ധാരണ ഫോളോ ചെയ്യുകയാണെങ്കിൽ യു വിൽ നോട്ട് ഗെറ്റ് അപ്രോപ്രിയേറ്റ് സ്കോർ ഇൻ റീഡ് അലൗഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് നമ്മളെ എവിടെ ബാധിക്കും? നമ്മുടെ സ്പീക്കിങ്ങിനെ അത് അഫക്റ്റ് ചെയ്യും. ദെൻ ടിപ്പ് നമ്പർ 2 കണ്ടുപരിചയിച്ചതായിരിക്കും ഇല്ലേ? എന്താ ഇവിടെ പറയുന്നത്? റിപ്പീറ്റ് സെൻറ്റൻസ്. അപ്പോൾ നിങ്ങൾ റിപ്പീറ്റ് സെൻറ്റൻസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫില്ലേഴ്സ് ആഡ് ചെയ്താൽ മതി, നിങ്ങൾക്ക് സ്കോർ കിട്ടും. എന്താ റിപ്പീറ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത്? നമ്മൾ ഓഡിയോ കേൾക്കുക, സ്പീക്കർ എന്താണോ പറയുന്നത് അതിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. അതൊരു സെൻറ്റൻസ് ആയിരിക്കും, ചിലപ്പോൾ അത് ചെറിയ സെൻറ്റൻസ് ആയിരിക്കാം, ചിലപ്പോൾ ലോങ് സെൻറ്റൻസ് ആയിരിക്കാം. സാധാരണയായിട്ട് നമുക്ക് പറ്റെന്താ? ലിസണിങ് സ്കില്ല് അവിടെ പ്രവർത്തിക്കാതെ വരും. അന്നേരം എന്ത് പറ്റും? വി മേ മിസ് ദ വേർഡ്സ് ദെയർ. അപ്പം പകരം നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ള എന്തായിരുന്നു ഒരു ടിപ്പ്? എന്തായിരുന്നു? നിങ്ങൾക്ക് ഓർമ്മ വരുന്ന വേർഡ്സ് ലോജിക്കലി എടുത്ത് അതിനകത്ത് അങ്ങ് ആഡ് ചെയ്തോ, സ്പീക്കർ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് സ്കോർ കിട്ടും. നോ, ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ റൈറ്റ്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് നല്ലൊരു ലിസണിങ് സ്കില്ലുണ്ട്, പ്രാക്ടീസ് മേക്സ് യു പെർഫെക്റ്റ്. സോ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ കേൾക്കുന്ന ആ സെൻറ്റൻസിൻ്റെ അറ്റ്ലീസ്റ്റ് ഒരു 60% 70% വേർഡ്സ് പിക്ക് ചെയ്യാൻ പറ്റുന്നോ, ദെൻ എക്സ്പ്രസ് ഇറ്റ് ഇൻ യുവർ വേ, ബട്ട് എക്സാക്ട്ലി ആസ് സെയിം ആസ് ദാറ്റ് ഓഫ് വാട്ട് സ്പീക്കർ സേസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്കോർ കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് കഴിവില്ല, അതല്ലെങ്കിൽ നിങ്ങൾ ഫില്ലേഴ്സ് യൂസ് ചെയ്താൽ സ്കോർ കിട്ടും എന്നുള്ളത് ഒരിക്കലും നമ്മൾ വിശ്വസിക്കരുത്. ദാറ്റ് ഈസ് എ മിത്ത് വി ഷുഡ് നോട്ട് ഫോളോ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പ്രാക്ടീസ്, റിപ്പീറ്റ് ദ സെയിം, ഇംപ്രൂവ് യുവർ ലിസണിങ് സ്കിൽ ആൻഡ് ദെൻ സ്പീക്ക് അറ്റ്ലീസ്റ്റ് 60 to 70% ഓഫ് ദി
ideas what you have heard from the speaker or from the audio. ഇനി ഒന്ന് ഓർക്കുക, ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? നമുക്ക് എ ഐനെ ഫൂൾ ചെയ്യാൻ പറ്റില്ല. അറിയാമല്ലോ, സ്പീക്കിങ്ങിൽ റിപ്പീറ്റ് സെൻറ്റൻസും റീഡ് അലൗഡും ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യനും എ ഐ ആണ് അസസ് ചെയ്യുന്നത്. ഇതിലൊരു എക്സെപ്ഷണൽ കേസ് വരുന്നത് ഡിസ്ക്രൈബ് ഇമേജ് ആൻഡ് റീറ്റെൽ ലെക്ചറിൽ. അവിടെ ഹ്യൂമൻ അസസ്മെൻ്റ് ആണ് വരുന്നത്. ഹ്യൂമൻ അസസേഴ്സ് അസസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് എ ഐനെ ഫൂൾ ചെയ്യാൻ പറ്റില്ല. സോ റിപ്പീറ്റ് ദ സെയിം എക്സാക്ട്ലി വിത്ത് ദ സെയിം ടോൺ ആൻഡ് സ്ട്രെസ്, എന്ത് സ്പീക്കർ പറയുന്നത് പോലെ. അപ്പോൾ അത് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇനി മൂന്നാമത്തെ ടിപ്പ്, നമ്മൾ മൂന്നാമത് പറയുന്നത് ഡിസ്ക്രൈബ് ഇമേജ് ആണ്. തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഹ്യൂമൻ അസസ്മെൻ്റ് ആണ്. ഇപ്പോഴും പലർക്കും അറിയില്ല എന്തുകൊണ്ടാണ് ഹ്യൂമൻ അസസ്മെൻറ്റ് വന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഈ മിസ്ലീഡിങ് ടിപ്സുമായിട്ട് ഇരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഈവൻ നവംബർ വരെ നമ്മളെല്ലാവരും കുറച്ച് ടെംപ്ലേറ്റ്സ് ഉണ്ടായിരുന്നു. അത് കീവേഡ് ടെംപ്ലേറ്റ്സ് ഉണ്ടാവും, ഫുൾ ലെങ്ത് ടെംപ്ലേറ്റ്സ് ഉണ്ടാവും. ഇത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് ഇതിനിടയ്ക്കോട്ട് നമ്മൾ ഈ പിക്ചറിൻ്റെ ഐഡിയാസിനെ ആഡ് ചെയ്ത് പറയുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊന്ന് തടയിടാനായിട്ട്, ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ടാണ് പിയേഴ്സൺ ഹ്യൂമൻ അസസ്മെൻറ്റ് November 4, 2024 തൊട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ കീവേഡ് ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാകും, ടെംപ്ലേറ്റ്സ് സ്റ്റോപ്പ് ചെയ്തിട്ടും ഇന്നും നിങ്ങൾക്ക് പുതിയ കുറേ ടെംപ്ലേറ്റ്സ് കാണാൻ പറ്റും. ബട്ട് റിമെമ്പർ, യൂസ് യുവർ ഓൺ വേർഡ്സ്, യൂസ് യുവർ ഓൺ ഐഡിയാസ് ബേസ്ഡ് ഓൺ ദ ഇമേജ് വിച്ച് യു ഹാവ് സീൻ. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു സ്കോർ കിട്ടും. ഇനി എന്തൊക്കെയാണ് ടെംപ്ലേറ്റ്സ് എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ഇത് തന്നെയാണോ എന്ന് നിങ്ങൾ നോക്കുക. നോക്കിക്കേ, ദ ഇമേജ് റെപ്രസെൻറ്റ്സ്, ഏത് ഇമേജ് കിട്ടിയാലും നമ്മൾ ദ ബാർ ഗ്രാഫ് റെപ്രസെൻറ്റ്സ്, ദ പൈ ചാർട്ട് റെപ്രസെൻറ്റ്സ്, ദ ലൈൻ ഗ്രാഫ് റെപ്രസെൻറ്റ്സ്. ഇതിനി നടക്കില്ല, ബിക്കോസ് ഇറ്റ് ഈസ് കൺസിഡർഡ് ടു ബി ആസ് ഓഫ് എ ടെംപ്ലേറ്റ് ഇറ്റ് സെൽഫ്. ഇനി രണ്ടാമത്, the image shows the days Monday, Tuesday, Wednesday, Thursday, Friday and Saturday. ഇത്രയും നാൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊക്കെ തന്നെ ആയിരുന്നു ഇല്ലേ? ഇനി അത് നടക്കില്ല, ബിക്കോസ് ഇറ്റ് ഈസ് എ ടെംപ്ലേറ്റ്. നമ്മൾ പറയുമ്പോൾ ലോജിക്കലായിട്ട് എന്തെങ്കിലും പറയണ്ടേ? പിന്നെ ദി എക്സ് ആക്സിസ് ഷോസ്, ദ വൈ ആക്സിസ് ഷോസ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണാതെ പഠിച്ചു പറയുന്ന ഒരു ടെംപ്ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇനി മുതൽ ഇതൊന്നും അക്സെപ്റ്റബിൾ അല്ല. അപ്പം നമ്മൾ ആദ്യം പഠിച്ചു തുടങ്ങുമ്പോൾ എന്ത് ചെയ്യരുതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിലേക്ക് ഫോക്കസ് ചെയ്യാൻ. അപ്പം അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഇതിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി പകരം എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഫ്രെയിം യുവർ ഓൺ സെൻറ്റൻസസ്. അപ്പോൾ അതിന് കുറച്ച് ടിപ്സുമാണ് ഞാൻ ഇന്ന് ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഇനി നമുക്കെല്ലാവർക്കും ഉള്ളൊരു പേടി സ്വപ്നമുണ്ട്. എന്താണെന്നറിയാം? അയ്യോ, ഞാനൊരു സെൻറ്റൻസ് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് വരുമോ? പേടിക്കണ്ട. ഒരിക്കലും ഇതിനകത്ത് നിങ്ങളുടെ ഗ്രാമർ മിസ്റ്റേക്സിനെ അതിൻ്റെ പേരിൽ സ്കോർ കുറയ്ക്കില്ല. അങ്ങനെ ഒരു പേടിയുണ്ടെങ്കിൽ അതങ്ങ് വിട്ടേക്കുക. സോ ഗ്രാമാറ്റിക്കലി നോ നീഡ് ടു ഫോക്കസ് അറ്റ് ഓൾ. പകരം ഫ്രെയിം യുവർ ഓൺ സെൻറ്റൻസസ് ബേസ്ഡ് ഓൺ ദ ഐഡിയാസ് വാട്ട് യു ഹാവ് ദെയർ ഇൻ ദ ഇമേജ്. പിന്നെ നിങ്ങളൊന്ന് ഓർക്കുക, കൊളൊക്കേഷൻസ് പഠിക്കുക. ഫോർ എക്സാമ്പിൾ, കൊളൊക്കേഷൻ എക്സാമ്പിൾ പറയട്ടെ. ഡ്രാമാറ്റിക്കൽ ഇൻക്രീസ്. ഓക്കെ, there is a dramatical increase in the usage of mobile phones from 2010 to 2015. അപ്പോൾ ഡ്രമാറ്റിക്കൽ ഇൻക്രീസ് എന്ന് പറയുന്നത് ഒരു കൊളൊക്കേഷൻ ആണ്. അതിനെ നമുക്ക് ഇൻക്രീസ് ഡ്രമാറ്റിക്കലി എന്നും പറയാം. അപ്പം ഇങ്ങനെയുള്ള കോമ്പിനേഷൻസ് ഓഫ് വേർഡ്സ് യൂസ് ചെയ്തോ, നിങ്ങളുടേതായിട്ടുള്ള സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്തോ നിങ്ങൾക്ക് സ്കോർ കിട്ടും. പിന്നെ ഇതിനിടയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കണക്റ്റേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, കണക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഹൗഎവർ, മോറോവർ, ഓൺ ദി അതർ ഹാൻഡ്, ഇൻ കോൺട്രാസ്റ്റ്. ഇങ്ങനെയുള്ള കണക്റ്റേഴ്സ് നിങ്ങളുടെ കയ്യിലിട്ട് നിങ്ങളുടെ ഐഡിയാസിനെ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ എക്സ്പെക്ട് 90 out of 90 ഇൻ സ്പീക്കിംഗ്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഡോണ്ട് യൂസ് ടെംപ്ലേറ്റ്സ് ഇൻ ഡിസ്ക്രൈബ് ഇമേജ് ആൻഡ് റീറ്റെൽ ലെക്ചർ. ഇനി നാലാമതായിട്ട് റീറ്റെൽ ലെക്ചർ ഇറ്റ് സെൽഫ്. അപ്പം ഞാൻ പറഞ്ഞു നമുക്കിതിൽ രണ്ടിലും ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. നമ്മൾ സ്ഥിരം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന അടുത്ത ഒരു ടിപ്പ് തന്നെ ഇതാണ്. എന്താ നമ്മളവിടെ യൂസ് ചെയ്തിരുന്നത്? ഒന്നെന്ന് പറയുന്നത് മെക്കാനിക്കൽ ഡിവൈസസ്. നിങ്ങൾക്കറിയാം, നമ്മൾ റീറ്റെൽ ലെക്ചർ ഓഡിയോ കേൾക്കുമ്പോൾ നമുക്ക് 90 seconds ഓഡിയോ ഉണ്ടാവും. നമ്മളവിടെ കേൾക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ മാക്സിമം കീവേഡ്സ് നോട്ട് ചെയ്യും ഇല്ലേ? എന്നിട്ട് പറയുന്നത് എങ്ങനെയായിരിക്കും? സോ ഓൾറെഡി ഐ ടോൾഡ് യു വി ആർ ലാഗിങ് ലിസണിങ് സ്കിൽസ്, റൈറ്റ്? നിങ്ങളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ലിസൺ ചെയ്തത് ഓർത്ത് വെക്കാൻ പറ്റാതെ വരിക. ഷോർട്ട് ടേം മെമ്മറി ഈസ് ലാഗിങ് ഹിയർ. നമ്മൾ അന്നേരം എന്ത് ചെയ്യും? കിട്ടിയ വേർഡ്സ് എല്ലാം കൂടി അടിച്ച് പരത്തി നമ്മളങ്ങ് സംസാരിക്കും.
അല്ലേ? അപ്പോൾ മനസ്സിലായോ എങ്ങനെ ചെയ്യേണ്ടതെന്ന്? എന്നാൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്. പകരം മേക്ക് മീനിങ്ഫുൾ സെൻറ്റൻസസ് യൂസിങ് ദീസ് വേർഡ്സ്. നമ്മൾ ഈ വേർഡ്സ് യൂസ് ചെയ്ത് മീനിങ്ഫുൾ സെൻറ്റൻസസ് ആക്കി മാറ്റുക. ഇനി നമുക്കൊരു ടെൻഡൻസി ഉണ്ട്, കിട്ടുന്ന കീവേഡ്സ് എല്ലാം എഴുതി വെക്കുക. പക്ഷേ ഒരു 10 സെക്കൻഡ്സ് കഴിഞ്ഞ് നമ്മൾ സംസാരിക്കാൻ നോക്കുമ്പോൾ നമ്മൾ നോക്കും ഈ വേർഡ്സ് ഒന്നും തമ്മിൽ കണക്റ്റഡ് ആവുന്നില്ല. ഇപ്പം നിങ്ങളിൽ പലരും ചിരിക്കുന്നുണ്ടാകും, ബിക്കോസ് യു ഓൾ ആർ ഫേസിങ് ദ സെയിം സിറ്റുവേഷൻസ് വെൻ എവർ യു ആർ പ്രാക്ടീസിങ് ദെയർ, ഇല്ലേ? ഷോർട്ട് വേർഡ്സ് അല്ല നമ്മൾ എഴുതി വെക്കേണ്ടത്. പകരം യു ഹാവ് ടു നോട്ട് ഡൗൺ ദ ഫ്രേസസ് ഓർ സെൻറ്റൻസസ് വിച്ച് യു ഹേർഡ്. ഫ്രേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 വേർഡ്സിൻ്റെ ഒരു ഗ്രൂപ്പ്, ഒരു കോമ്പിനേഷൻ. ഇനി അതല്ല, നിങ്ങൾക്ക് അബ്രിവേറ്റഡ് ഫോമിൽ നിങ്ങൾക്ക് ഷോർട്ട് ഫോം യൂസ് ചെയ്ത് സെൻറ്റൻസസ് നോട്ട് ഡൗൺ ചെയ്യാൻ പറ്റുമോ? ദാറ്റ് ഈസ് ഓൾസോ ഗ്രേറ്റ്. യു ക്യാൻ ഡു ഇറ്റ്. സോ അങ്ങനെയുള്ള ഫ്രേസസിനെയും സെൻറ്റൻസസിനെയും യൂസ് ചെയ്തിട്ട് നമ്മൾ ഫ്രെയിം ചെയ്യുന്ന ഒരു ഐഡിയ, ഓക്കെ 3-4 സെൻറ്റൻസസ് ആർ ഇനഫ് ഫോർ യു ടു ഗെറ്റ് ദ സ്കോർ. അത്രയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ദ സ്കോർ. അപ്പോൾ ഓർക്കുക, ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്ത് റീറ്റെൽ ലെക്ചറിന് നമുക്ക് സ്കോർ മേടിക്കാമെന്ന് ഇനി ആരും കരുതണ്ട. അപ്പോൾ അതങ്ങ് മാറ്റി വെച്ചേക്കുക. ഓക്കെ, ദെൻ ഇനി നിങ്ങളിപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും പിന്നെ ഇതെങ്ങനെ ചെയ്യും? അതിനുള്ള ചില ടിപ്പുകളാണ് ഞാനിവിടെ തരുന്നത്. അപ്പം ഞാൻ കുറച്ച് ടെംപ്ലേറ്റ്സിൻ്റെ കാര്യം പറഞ്ഞു, ഞാൻ വീണ്ടും ടെംപ്ലേറ്റുമായിട്ട് വരുമല്ലേ എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നത്. ഇതൊരു ടെംപ്ലേറ്റ് അല്ല, ഇതൊരു സ്ട്രക്ചറാണ്. നിങ്ങളിപ്പോൾ ഒരു ലേമാനോട് പോയി ഒരു ഇമേജ് കാണിച്ചിട്ട് അദ്ദേഹത്തോട് നിങ്ങൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറയുകയാണെങ്കിൽ definitely he will be using these kind of words and phrases to explain from his side. So that is what Pearson demands. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലെ ഫ്രേസസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ബിക്കോസ് ദീസ് ആർ സ്ട്രക്ചേഴ്സ്, നോട്ട് അറ്റ് ഓൾ ദ ടെംപ്ലേറ്റ്സ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ദ ലെക്ചർ ഡിസ്കസസ്. ഇനി അതല്ല, ഒരു ലെക്ചറർ ആണ് പറയുന്നതെങ്കിൽ യു ക്യാൻ സേ ദ ലെക്ചറർ ടോക്സ് അബൌട്ട് ഓർ ഡിസ്കസസ്. ദെൻ ഇൻ ദ ബിഗിനിങ് ദ സ്പീക്കർ എക്സ്പ്ലെയിൻഡ് അബൌട്ട്. പിന്നെ ഇതിനകത്ത് നമുക്കിപ്പം അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ആൻഡ് ഡ്രോബാക്സ് ഓഫ് ഗ്ലോബലൈസേഷൻ ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പറയാം ഫസ്റ്റ്ലി, സെക്കൻഡ്ലി, തേർഡ്ലി. ഇനി അതല്ലെങ്കിൽ വൺ ഓഫ് ദ മെയിൻ ഡ്രോബാക്സ് ഓഫ് അനദർ ഡ്രോബാക്ക് ഈസ്. അപ്പം ഇങ്ങനെയുള്ള ചില വേർഡ്സ് ആൻഡ് ഫ്രേസസ് നിങ്ങൾക്ക് യൂസ് ചെയ്തത് സ്ട്രക്ചേർഡ് ആക്കാൻ പറ്റും. സോ യൂസ് യുവർ ഓൺ ഫ്രേസസ്. ഓക്കെ, പിക്ക് ഐഡിയാസ് ഫ്രം ദ ഓഡിയോ, നോട്ട് ഇറ്റ് ഡൗൺ. Use these connectors and phrases to make it as a complex sentence to present your idea. നിങ്ങൾ വിചാരിക്കാതെ തന്നെ നിങ്ങൾക്ക് അവിടെ 80+ എടുക്കാൻ പറ്റും. ഇനി ടിപ്പ് നമ്പർ 5, നമ്മളിനി പറയാൻ പോകുന്ന റൈറ്റിംഗ് ആണ്. സ്പീക്കിംഗ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ എന്താ ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യൻ പറയാത്ത എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. അവിടെ നമുക്ക് ഷോർട്ട് കട്ട് ഒന്നുമില്ല, അവിടെ നമുക്ക് മിത്തുമില്ല, ബിക്കോസ് വി ഹാവ് ഓൺലി വൺ ക്വസ്റ്റ്യൻ, സംടൈംസ് വിത്ത് ഓപ്ഷൻസ് ഓർ വിത്തൗട്ട് ഓപ്ഷൻസ്. യു ഹാവ് ടു ഗിവ് ദി ആൻസർ ഫോർ those questions based on your general knowledge. അതല്ലാതെ നമുക്ക് അവിടെ മിത്തും ഇല്ല, ഫാക്റ്റും ഇല്ല. അതുകൊണ്ട് ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. നൗ വി ഹാവ് ടു മൂവ് ഓൺ ടു അവർ റൈറ്റിംഗ് പാർട്ട്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റിന് സ്കോർ കിട്ടും, ഇല്ലേ? അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു മിത്താണ് നമുക്കിപ്പോൾ ഉള്ളത്. 5 വേർഡ്സിനും 75 വേർഡ്സിനും ഇടയ്ക്ക് നമ്മൾ എഴുതണം. അങ്ങനെയാണ് എന്നാൽ പിന്നെ 75 വേർഡ്സിന് എഴുതാം, വി വിൽ ഗെറ്റ് ദ സ്കോർ, ഇല്ലേ? നമ്മൾ എന്താ കരുതുന്നത്? മാക്സിമം വേർഡ്സ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം സ്കോർ കയറും. പക്ഷെ നിങ്ങൾ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ, കൂടുതൽ എഴുതും തോറും കൂടുതൽ തെറ്റുകൾ കൂടുകയല്ലേ ഉള്ളൂ. അപ്പോൾ ആലോചിക്കുക, ഏറ്റവും നല്ലൊരു സമ്മറി എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഇൻ എത്ര വേർഡ്സ് വേണം? മാക്സിമം 50 to 60 വേർഡ്സ്. ഐ എം ടെലിംഗ് യു, മാക്സിമം 50 to 60. അപ്പം നല്ലൊരു സമ്മറി എന്ന് പറയുന്നത് എപ്പോഴും ഒരു 45 to 55 വേർഡ്സ് ആയിരിക്കും. അതിൽ കൂടരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞായിരുന്നു, കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോർ കിട്ടുമോ? സ്കോർ കിട്ടും. 75 വേർഡ്സിൽ നിങ്ങൾ എഴുതിയോ, നിങ്ങൾക്ക് സ്കോർ കിട്ടും. പക്ഷേ definitely you may lose your score based on the mistakes which you have made there. അപ്പോൾ തെറ്റുകളെ കുറയ്ക്കാൻ നമ്മൾ ആ വേർഡ് കൗണ്ട് ഒന്ന് കുറയ്ക്കുകയാണ് നല്ലത്. സോ ഇവിടെ ഒന്ന് നോക്കിക്കേ, 35 to 45 വേർഡ്സ് ആർ ഫൈൻ. മാക്സിമം 50 to 55 വേർഡ്സ് യു ക്യാൻ കവർ അപ്പ്. ഇനിയിപ്പോൾ പോട്ടെ, നിങ്ങൾക്ക് അതും ബ്രീഫ് ആക്കാൻ പറ്റില്ലെങ്കിൽ 60 വേർഡ്സ് വരെ, പക്ഷേ ഒരിക്കലും അതിലേക്ക് കൂട്ടാതിരിക്കുക. നല്ലൊരു സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത് 35 to 45 വേർഡ്സ് ആയിരിക്കും. അതിലൊന്ന് കൂടിക്കഴിഞ്ഞാൽ ഒന്ന് 55, ഇനി പോട്ടെ, ഇനി തീരെ കൂടിക്കഴിഞ്ഞാൽ 60 വരെ പോകാം. അപ്പോൾ അവിടെ കൊണ്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മുടെ എസ്സേ അറിയാമല്ലോ, ഇച്ചിരി സ്ട്രഗ്ലിംഗ് ആണ് എല്ലാവർക്കും.
സോ അവോയ്ഡ് യൂസിങ് വൺ ടെംപ്ലേറ്റ് ഇൻ എസ്സേ. അപ്പോൾ നമ്മൾ സാറിന് എന്താ പറയുന്നത്? ഓ, റൈറ്റിങ്ങിൽ ടെംപ്ലേറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ടെംപ്ലേറ്റ് യൂസ് ചെയ്യാം, ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. കാരണം ഞാൻ ഒന്നുകൂടി എടുത്ത് പറയാം, നമുക്ക് റൈറ്റിങ്ങിൽ ഒരു ഓൾമോസ്റ്റ് ഒരു 20 ഒക്കെ വരുന്നുള്ളൂ. എസ്സേക്കാണെങ്കിൽ നമുക്കൊരു 12 പോയിന്റ്സ് വരും. നിങ്ങൾ ടെംപ്ലേറ്റ് യൂസ് ചെയ്തോ, ആ ഒരു 12 പോയിന്റും പോയി. എന്തുകൊണ്ടാണ്? നമ്മൾ ഈ കീവേഡ്സ് യൂസ് ചെയ്തുള്ള ടെംപ്ലേറ്റ്സ് അങ്ങ് ബൈ ഹാർട്ട് ചെയ്തിട്ട് എസ്സേയുടെ നമുക്ക് വായിലിരിക്കുന്ന നമ്മൾ എന്തെങ്കിലുമൊക്കെ അതിനിടയ്ക്ക് അങ്ങ് ആഡ് ചെയ്ത് വെക്കും. ഈസ് ഇറ്റ് ലോജിക്കൽ? If it is not logical, then you may miss your 12 points in your essay. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ 20 മാർക്കായാലും 12 പോയിന്റ് ആയാലും നമുക്ക് നമ്മുടെ കയ്യിൽ വേണം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഫോളോ ആൻ അപ്രോപ്രിയേറ്റ് സ്ട്രക്ചർ. അപ്പോൾ നിങ്ങൾ ഇനി വരാൻ പോകുന്ന എസ്സേയുടെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു എസ്സേയുടെ സ്ട്രക്ചർ നമ്മൾ എങ്ങനെയാണ് ഫ്രെയിം ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ അതവിടെ നിൽക്കട്ടെ. പിന്നെ ഓർക്കുക, നമ്മുടെ എസ്സേക്ക് എപ്പോഴും 200-നും 300-നും വാക്കുകൾക്ക് ഇടയ്ക്കാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. 200-ന് താഴെ പോയോ നിങ്ങളുടെ സ്കോർ പോയി. അപ്പോൾ അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ട്രൈ ടു റൈറ്റ് ഇറ്റ് ഇൻ ബിറ്റ്വീൻ 200 and 300 വേർഡ്സ്. പിന്നെയോ യൂസ് കോമ്പൗണ്ട് ആൻഡ് കോംപ്ലക്സ് സെൻറ്റൻസ്. നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഒരു ബോഡി പാരഗ്രാഫ് എഴുതി, നമ്മൾ പറയുന്നു മെയിൻ പോയിന്റ് വേണം. ഓക്കെ, മെയിൻ പോയിന്റ് ഒരു സിമ്പിൾ സെൻറ്റൻസ് പറഞ്ഞു. സപ്പോർട്ടിംഗ് റീസൺ വേണം, അതും നമ്മൾ സിമ്പിൾ സെൻറ്റൻസ് പറഞ്ഞു. ഒരു എക്സാമ്പിൾ വേണം, നമ്മളൊരു സിമ്പിൾ സെൻറ്റൻസ് പറഞ്ഞു. For example, there are main reasons behind why people are using computers. One of the main reason is the accuracy which it provides. For example, students use computers in every lab or laboratories in colleges. 3 simple sentences നമ്മൾ പറഞ്ഞു. ഇതിനകത്ത് എന്താണ് നമ്മൾ authentic ആയിട്ട് പറയുന്നത്? Even a small child or a basic learner can also express these kind of ideas or sentences. So നമ്മുടെ കമ്പ്യൂട്ടറിന് വേണ്ടത് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ സെൻറ്റൻസ് സ്ട്രക്ചറും ഐഡിയാസുമാണ്. സോ ട്രൈ ടു യൂസ് ദ കോമ്പിനേഷൻ ഓഫ് കോമ്പൗണ്ട് ആൻഡ് കോംപ്ലക്സ് സെൻറ്റൻസസ് ടു എക്സ്പ്രസ് യുവർ ഐഡിയാസ്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ എസ്സേ സ്ട്രക്ചേർഡ് ആയിരിക്കും. ഒരിക്കലും ഒരു കീവേഡ് ടെംപ്ലേറ്റ് യൂസ് ചെയ്യാതിരിക്കുക. ദാറ്റ് മീൻസ് ഇൻലോജിക്കൽ. ഓക്കെ, ഇനി അടുത്തതായിട്ട് 7ാമത്തെ ടിപ്പാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മോഡ്യൂളാണ് റീഡിങ്. നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു മോഡ്യൂളും. എന്തുകൊണ്ട് ഞാൻ പറയുന്നു ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്? ഹിയർ വി ഹാവ് 2 similar questions, reading and writing fill in the blanks and reading fill in the blanks. അപ്പോൾ ഇവിടെ മിത്ത് എന്താണ്? നമ്മളിപ്പോൾ 2025 കേൾക്കുന്നുണ്ട്, ഓ റിയോയുടെ പാരഗ്രാഫ്സ് ആർ സോ ഇമ്പോർട്ടൻറ്റ്, യു ഹാവ് ടു ഫോക്കസ് ഓൺ ഇറ്റ്. പക്ഷേ അത് വെറും ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. നിങ്ങൾ ചിന്തിക്കുകയും വേണ്ട. ഇതിലെ റീഡിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും റീഡിങ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും. കാരണം എന്തെന്ന് വെച്ചാൽ റിയോയുടെ പാരഗ്രാഫ്സിന് നമുക്കൊരു 4 to 5 മാർക്സ് നമുക്ക് കയറുള്ളൂ. പക്ഷേ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആൻ ഇൻറ്റഗ്രേറ്റഡ് മോഡ്യൂൾ ടാസ്ക്. അവിടെ നമുക്ക് ഓൾമോസ്റ്റ് 50 പോയിന്റ്സ് നമുക്ക് കയറും. അതുകൊണ്ട് തന്നെ just practice more on reading and writing fill in the blanks and reading fill in the blanks to get an excellent score in reading as well as writing. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ആദ്യത്തെ ക്ലാസ് ഒന്ന് കയറി നോക്കിയാൽ മതി. എങ്ങനെയാണ് ഈ സ്കോർ ഓരോ മോഡ്യൂളിലും ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് വരുമ്പോൾ അലോക്കേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. ദെൻ കം ബാക്ക് ടു ദിസ് സെഷൻ ആൻഡ് ദെൻ വാച്ച് ഇറ്റ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞതിപ്പോൾ മനസ്സിലായി കാണും. അടുത്തതായിട്ട് ഒന്നുകൂടി എനിക്ക് പറയാനുണ്ട്. നമ്മൾ ഈ റീഡിങ് ചെയ്യുമ്പോഴേ നമുക്കിവിടെ ഷോർട്ട് കട്ട് മെത്തേഡ് ഒന്നുമില്ല. ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ, കൊളൊക്കേഷൻസ് പറ്റുമെങ്കിൽ കാണാതെ ഇങ്ങ് പഠിക്കുക. കൊളൊക്കേഷൻസ് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ 100% യു വിൽ ഗെറ്റ് ദ സ്കോർ ഇൻ റീഡിങ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടാസ്ക്. ഇനി അതല്ല, ഗ്രാമർ, നൗൺ എങ്ങനെ നമുക്കറിയാം, വെർബ് എങ്ങനെ അറിയാം, അഡ്ജക്റ്റീവ് എങ്ങനെ അറിയാം, അതറിയാമെങ്കിൽ ഡെഫിനറ്റ്ലി യു മേ ഗെറ്റ് ദ സ്കോർ. കറക്റ്റേഴ്സ് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം അത് നിങ്ങൾ പഠിക്കുക. പിന്നെ ഇതുമല്ല, ഫ്രേസൽ വെർബ്സ് എങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആൻഡ് റീഡിംഗ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇസ് നോട്ട് അറ്റ് ഓൾ എ ഡിഫിക്കൽട്ട് ടാസ്ക് ഫോർ യു. അപ്പോൾ ഓർക്കുക, റിയോയുടെ പാരഗ്രാഫ് ഇസ് നോട്ട് അറ്റ് ഓൾ ഇമ്പോർട്ടൻറ്റ് ഇൻ റീഡിങ്. അതുകൊണ്ട് അതിനായിട്ട് ആരും സമയം കളയേണ്ട. പ്രാക്ടീസ് മോർ ഓൺ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്, റീഡിംഗ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ അവസാനത്തെ ടിപ്പ് പറയാൻ പോവാം. അപ്പോൾ ഈ കഴിഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? ഇത്രയും നാൾ നിങ്ങൾ ഇങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നൗ യു ഹാവ് ടു ചേഞ്ച് ഇറ്റ്.
ഇപ്പം മാറ്റേണ്ട സമയം കഴിഞ്ഞു, കാരണം ഇനി നമുക്ക് സമയം കിട്ടില്ല. ബിക്കോസ് യു നീഡ് ടു അറ്റൻഡ് യുവർ എക്സാം ആസ് ക്വിക്ക്ലി ആസ് പോസിബിൾ. അപ്പോൾ നമ്മുടെ അവസാനത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് ഫ്രം ഡിക്റ്റേഷനാണ്. ലിസണിങ്ങിൽ സമ്മറൈസ് സ്പോക്കൺ ടെക്സ്റ്റ് ഉണ്ട്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഞാൻ എന്തുകൊണ്ട് റൈറ്റ് ഫ്രം ഡിക്റ്റേഷനെ ഇവിടെ കോട്ട് ചെയ്യുന്നു? അറിയാമല്ലോ, ലിസണിങ്ങിൽ ഏറ്റവും കൂടുതൽ സ്കോർ നമുക്ക് കയറുന്നത് റൈറ്റ് ഫ്രം ഡിക്റ്റേഷനിലാണ്, പിന്നെ സമ്മറൈസ് സ്പോക്കൺ ടെക്സ്റ്റും. അപ്പോൾ ഈ റൈറ്റ് ഫ്രം ഡിക്റ്റേഷനകത്ത് നമ്മുടെ ലിസണിങ്ങും അസസ് ചെയ്യും, റൈറ്റിങ്ങും അസസ് ചെയ്യും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ എല്ലാവരും പറയും നിങ്ങൾ കേൾക്കുമ്പോൾ അതിനകത്ത് നിങ്ങൾ എന്താണോ കേൾക്കുന്നത് അതിൻ്റെ കൂടെ എക്സ്ട്രാ വേർഡ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോർ കിട്ടും. എന്തുകൊണ്ടാണ്? സപ്പോസ് 14 വേർഡ്സ് ആർ ദെയർ ഇൻ ദ സെൻറ്റൻസ്, അവർ പറയുന്നത്, ചില ട്രെയിനേഴ്സ് പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ്, നിങ്ങൾ 14 വേർഡ്സ് മീറ്റ് ചെയ്യാനായിട്ട് യു ക്യാൻ ആഡ് എക്സ്ട്രാ വേർഡ്സ് ഓർ ഫില്ലേഴ്സ് ദെയർ, അപ്പോൾ സ്കോർ കിട്ടും. റിമെമ്പർ, AI ഈസ് നോട്ട് അറ്റ് ഓൾ എ ഫൂൾ. സ്പീക്കർ എന്താണോ പറയുന്നത് എക്സാക്ട്ലി ദ സെയിം യു ഹാവ് ടു സേ. അതല്ലെങ്കിൽ അതിൽ പറയുന്ന വേർഡ്സിൽ സിമിലർ ആയിട്ടുള്ളത് മാത്രമേ AI ആക്സസ് ചെയ്യുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വി ഹാവ് ടു ഇംപ്രൂവ് അവർ ലിസണിങ് സ്കിൽ and repeat, write or type exactly the same as that of what speaker says. അതിനിപ്പോൾ പൂർണ്ണമായിട്ട് പറഞ്ഞില്ലെങ്കിൽ, if suppose 14 words are there, try to get at least 10 to 12 words from that sentence. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ അവിടെ കിട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇത് എല്ലാ ടിപ്പും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ബേസിക്കായിട്ട് നമ്മളൊരു PTക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അറിയേണ്ടത് ബേസിക്കായിട്ട്, അത് മാത്രമേ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നിക്കാണും ഇച്ചിരി ഹെവി ആയിട്ട്. സോ ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട ടിപ്പുകളും ടോപ്പിക്സും ഒക്കെ ആയിട്ടായിരിക്കും ഞാൻ ഇനിയും വരുന്നത്. സോ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം പോയി ജോയിൻ ചെയ്യാം. റെഗുലർലി യു ക്യാൻ പ്രാക്ടീസ് വിത്ത് certain quiz questions, certain task types there in the channel. So please keep watching us. ഇനി നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഗോ ആൻഡ് സബ്സ്ക്രൈബ് ആസ് ക്വിക്ക്ലി ആസ് പോസിബിൾ. പിന്നെ ഇതൊന്നുമല്ല, എബവ് ഓൾ നിങ്ങൾ ഈ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ദെയർ. കാരണം ഡൗട്ട്സ് ഒക്കെ ക്ലാരിഫൈ ചെയ്ത് പഠിക്കുന്നതിലല്ലേ വലിയ കാര്യമുള്ളത്. തെറ്റ് തിരുത്താതെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തെറ്റുകളെ തിരുത്തി പ്രാക്ടീസ് ചെയ്യുക. സോ വി ആർ ഹിയർ ടു ഹെൽപ്പ് യു അറ്റ് എനി ടൈം. സോ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് വാച്ച് ദ വീഡിയോസ്. ഇതുപോലെയുള്ള ഇനിയും വീഡിയോസ് വീക്ക്ലി ട്വൈസ് PTയുടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ കീപ് വാച്ചിങ് us again. Thank you so much.